രാസലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും 3 സുഹൃത്തുക്കളും ഒളിവിലാണ്. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നിഹാദിന്റെ പാലാരിവട്ടത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് ലഹരി പിടികൂടിയത്. നിഹാദിന്റെ 3 സുഹൃത്തുക്കളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇവർ സുഹൃത്തുക്കളായ 3 യുവതികളും നിഹാദും ഇപ്പോൾ ഒളിവിലെന്നാണ് വിവരം ലഭിക്കുന്നത്. അമൽ സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഏത് കോടതിയിലാണിപ്പോൾ ഈ രാസലഹരി കേസിലൊക്കെ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് സാധ്യതയുണ്ടോ? ഏത് കോടതിയാണ് ഇയാൾ സമീപിച്ചിരിക്കുന്നത്? ഗോകുൽ, കേരളത്തിൽ ഒന്നാകെ വളരെ ചലനങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ആകെ താരമായി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് തൊപ്പി എന്ന് പറയുന്നത്. തൊപ്പിയുടെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഒട്ടും കുറവല്ലായിരുന്നു. തൊപ്പിയെയും തൊപ്പിയുടെ സുഹൃത്തുക്കളും നിരവധിയായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് തൊപ്പിയുടെ പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലാരിവട്ടം പോലീസാണ് ഈ ലഹരി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ തൊപ്പിക്കും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും തൊപ്പിയെയും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഫ്ളാറ്റിലുണ്ടായിരുന്ന തൊപ്പിയുടെ 3 സുഹൃത്തുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തൊപ്പി ഒളിവിൽ പോയതിന് പിന്നാലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്ന കാര്യമാണ്. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഗെയിമിങ്ങിലൂടെ പിന്നീട് യൂട്യൂബിലൊക്കെ വലിയ തരംഗമായി മാറിയ വിവാദങ്ങളിൽ കേസുകളിലൊക്കെ പെട്ട ആളാണ് ഈ തൊപ്പി. ഏതായാലും രാസലഹരി കേസിലാണ് തൊപ്പി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. തൊപ്പിയെയും സുഹൃത്തുക്കളെയും തപ്പി നടക്കുകയാണ് പോലീസ്.